ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ നമ്മൾ സഭാ സ്ക്വയറിലാണ് കേട്ടോ, വേങ്ങര സഭാ സ്ക്വയർക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ പിന്നീടാണ് ഈ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നൈറ്റാണ് കേട്ടോ. അന്ന് മൂന്നാം പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടോ ഞാൻ സഭാ സ്ക്വയർക്ക് വന്നത്. പ്രതീക്ഷിക്കാതുള്ളൊരു വരവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സഭാ സ്ക്വയറിൽ വരുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റായിട്ടാണ് ഈ സഭാ സ്ക്വയർ കാണുന്നത്. സത്യം പറഞ്ഞാൽ സഭാ സ്ക്വയർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട് വന്നതല്ല, മക്കൾ തിരക്ക് കൂട്ടി താത്താൻ്റെ വീട്ടിൽ പോകാൻ. അപ്പോൾ അങ്ങോട്ട് പോണ വഴി ഒരാറിന് നമുക്ക് സഭയിൽ കയറാമെന്ന് പറഞ്ഞപ്പം അപ്പം ഞാനും കയറാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാണ് കേട്ടോ. അവിടെ വന്നപ്പം എന്താ പറയുക, ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. പിന്നെ അതല്ല, അവിടെ എന്തോ ഏത് ചിക്കനാണ്, ഫ്ലോഡ ചിക്കനോ പോക്കോ ചിക്കനോ അങ്ങനത്തെ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പാട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് അവിടെ പാട്ടും ഡാൻസും കുട്ടികളൊക്കെ പരിപാടിയും കലാപരിപാടികളൊക്കെ കണ്ടിരുന്ന് അപ്പോൾ കുട്ടികളുടെ പരിപാടിയൊക്കെ കണ്ടിരുന്ന് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും എനിക്ക് കൂടുതൽ അവിടെ പോകാനും ഇനി പോകണം എന്നുള്ള മൈൻഡ് ആയിട്ടോ. സത്യം പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ സഭാ ഇത്ര ആണെന്നോ സഭയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നോ എനിക്കറിയില്ലായിരുന്നു. കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മളെ യൂട്യൂബർ എന്താ പറയുക, സുക്കൂർ ഖാനെ കണ്ടിട്ടുണ്ടായിരുന്നു. മക്കൾ സുക്കൂർ ഖാനെ കൂടുതൽ നിന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ അടിച്ചു. പാത്തു സുക്കൂറൊക്കെ നിങ്ങൾക്കറിയാം, അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പം അതിലുണ്ടായിരുന്നു. ഇൻഷാ അള്ളാ ഒരുപാട് ഇഷ്ടമായി. പിന്നെ അതുമല്ല, എൻ്റെ മോള് നൂനുമോളും ഇത്താത്താൻ്റെ മോള് അമ്നും അവിടെ പോയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ടൈം കുറച്ച് നേരം നമ്മൾ ആ വീഡിയോ എടുക്കുകയും ചെയ്തു. പാട്ടും കാര്യങ്ങളും അതും കണ്ട് കേട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയത് ഒരു 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്താണ് 10-10:30 മണിക്കാണ് ഈ ഒരു പരിപാടിയും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒരുപാട് യൂട്യൂബർമാരുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറേ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ആളുകളൊക്കെ കണ്ട്. പിന്നെ നമ്മളെ മെഹറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ സെൽഫിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മെയിൻ ആളിതാണ് കേട്ടോ. ഇതൊരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരാൾ ഇതിൻ്റെ സഭായിൻ്റെ ഒക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ താത്താൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് താത്തയും മോനും സംസാരിച്ചു. എന്താ പറയുക, അപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞ് ഇൻഷാ അള്ളാ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ നമ്മളിതാ ഓരോക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോസും കാര്യങ്ങളും ഞാനിതിലിങ്ങനെ അറിയാതെ എടുത്തതാണ് കേട്ടോ. അറിഞ്ഞിട്ടില്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അവരെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് വിശക്കണം എന്ന് പറഞ്ഞവർ ഇങ്ങനെ വർത്താനത്തിൽ ഇരിക്കണം. 11:30 മണിയായിട്ടുണ്ട് ഈ സമയം കേട്ടോ. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 11:30 മണിയായിട്ടുണ്ട്. പിന്നെ അവിടെ ബർത്ത്ഡേ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന കുറച്ച് ടീമുണ്ടായിരുന്നു. അവർ കേക്കും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ അത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. അപ്പോൾ അഫിൻ്റെ ഒരു ഡാൻസാണ് കേട്ടോ. അഫി അറിയാതെ വീഡിയോ എടുത്തതാണ്. അഫി നോക്കുന്നുണ്ട്, ഞാൻ ഓളെ വീഡിയോ എടുക്കാമെന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഫോണിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നപ്പോൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഡാൻസ് കളിക്കൂട്ടോ ഞാൻ അറിയാതെ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കും. അതാ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ രാത്രി ഇപ്പം ഈ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 12 മണി കഴിഞ്ഞ് ഞാൻ പറയുന്നുണ്ട് വീട്ടിൽ പോകണ്ട, ഒന്നെങ്കിൽ ഇന്ന വീട്ടിൽ ഞാൻ അടുത്തുള്ള നമ്മളെ ഒരു ബന്ധുണ്ട് റാഷിദ് എന്ന് പറഞ്ഞിട്ട് ഓനെ വിളിച്ചിട്ട് പോകുമെന്ന് പറയേണ്ട ഒരു കേൾക്കണില്ലായിരുന്നു. അപ്പോൾ ഇതാ അങ്ങനെ പറഞ്ഞ് എന്നോട് പറഞ്ഞു ഇപ്പം പോകണ്ട, ഞാൻ പോയി ആക്കാന്ന് പറഞ്ഞ് ഓരറിഞ്ഞ് വണ്ടി വിളിച്ചിട്ട് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം എന്തെങ്കിലും ഫുഡ് കഴിച്ച ബാക്കി പൂവിക്ക് കൊടുത്തിട്ടോ. അപ്പോൾ പൂവി പറഞ്ഞ സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. സഭയിൽ കയറാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സഭയിലൊക്കെ വന്ന് കയറുക. വേങ്ങര സഭ എന്ന് പറഞ്ഞാൽ തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിർത്തും. പിന്നെന്തൊക്കെ, അങ്ങനെ കുറേ സമയമായിട്ടുണ്ട്. പാതിര സമയമായിട്ടുണ്ട്. ഈ നിന്ന് ഇപ്പോൾ 1 മണി ആയിട്ടുണ്ട് ഗായ്സ്. 1 മണി ആയിട്ടുണ്ട്. ആളുകൾ അവിടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങൾ അധികം കുറവാണ് കേട്ടോ. അപ്പോൾ ഈ സമയമായതുകൊണ്ട് പെണ്ണുങ്ങൾ കുറേ പേര് പോയിട്ടുണ്ട്.
കുട്ടികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു പറഞ്ഞിട്ടുണ്ട് പൂട്ടാൻ നേരമായിട്ടുണ്ട്, ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ പോരും, കളി സമയം കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും തിരിച്ച് ഇറങ്ങിയിട്ടോ, അവിടെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ പുറത്തിറങ്ങാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ ഒറ്റ വണ്ടിയില്ല ഗൈസ്, പേടിച്ച് വിറച്ചിരിക്കുകയാണ് കേട്ടോ. ഒറ്റ ബസ്സും കാര്യങ്ങളും വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. ടൂർ ബസ്സൊക്കെ പോകുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ വെറുതെ ഒന്ന് കൈയാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ. ഇവർ ഒരു കൂട്ടർ പറഞ്ഞ് പാലത്തിങ്ങൾക്ക് നടന്നു പോവാണെന്ന്, ഒരു കൂട്ടർ പറഞ്ഞു ഊരത്തേക്ക് നടന്നു പോകാമെന്ന്. താത്താൻ്റെ വീട് ഊരകാണ് കിടക്കുന്നത്, എൻ്റെ വീട് പാലത്തിങ്ങൽ പള്ളിപ്പടിയാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടേക്കാച്ചാൽ പോയിക്കോളി, ഞാനില്ല, ഞാൻ റാഷിനെ വിളിച്ചിങ്ങാണ്ട് അല്ലെങ്കിൽ ഏതിനും വണ്ടി വിളിച്ചിങ്ങാണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വീഴുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാറേരൊക്കെ പോകുന്നുണ്ട്, നമ്മളെ നോക്കുന്നുണ്ട്. അപ്പോൾ താത്ത പറഞ്ഞു ഞാൻ സ്റ്റാൻഡിൽ പോയി നോക്കട്ടെ, സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൂരത്തേക്ക് പോകാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സമയം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഈ സമയത്തൊന്നും നിൽക്കലില്ല, എൻ്റെ ഫോണിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കിയിട്ടാണ് നിൽക്കണേ. ഹസ്ബൻഡ് വിളിക്കും, അത് കാരണത്താൽ ഞാൻ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കിയിട്ട് ഈ സമയത്താണ് പോകണമെന്നുണ്ടെങ്കിൽ അതിങ്ങാട്ടി ചീത്തയാണ്. ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോകുന്നത്, ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോകുന്നതല്ല, എൻ്റെ മക്കളെ കാരണത്താലാണ് ഞാൻ ഈ ബുദ്ധിമുട്ടിൽ വന്ന് പെട്ടത് കേട്ടോ. വരാൻ തീരെ താല്പര്യമില്ലാതെ വന്നതാണ്. പിന്നെ സഫാരി വന്നപ്പോൾ ഏതായാലും നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഇഷ്ടമായി. പിന്നെ 2 ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഒന്ന് താത്താൻ്റെ ഒരു കുടുംബക്കാരാണ് നമ്മൾ കയറിയ ഓട്ടോ, മുന്നിൽ ഒരു ഓട്ടോ പോകുന്നുണ്ട് കേട്ടോ, അതിലാണ് മറ്റോല്, ഇതിൽ ഞാനും കുട്ടികളും കയറിയിട്ടുണ്ട്. അങ്ങനെ 2 ഓട്ടോയിലായി 2 കൂട്ടരും ഇങ്ങനെ പോയോണ്ടിരുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് താത്താൻ്റെ വീട്ടിലേക്കുള്ള റോഡ് കയറ്റം വലിക്കുന്നില്ല ഗൈസ്. വലിക്കാത്ത അവസ്ഥ വന്നപ്പം നമ്മൾ ഓടിക്കേറി, ഞാൻ ഇന്നെ ഇറക്കി ഗൈസ്, എനിക്ക് പേടിച്ച് വിറച്ചു ഞാൻ ഗൈസ്. അങ്ങനെ കയറ്റം വലിഞ്ഞ് കയറിയപ്പം കാക്ക പിന്നെ നിർത്തി ഇന്നെ കയറ്റി താത്താൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും മറക്കരുത്. അങ്ങനെ താത്താൻ്റെ വീട്ടിലെത്തി. ഞാൻ പെട്ടെന്ന് കൈയും കാലും മുഖവും ഒക്കെ കഴുകി വൃത്തിയാക്കി കുട്ടികളൊക്കെ കഴുകി കൊടുത്ത് ഫ്രഷായി കിടന്നുറങ്ങി ഗൈസ്. പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, അവിടെ എത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, നൈറ്റായി കേട്ടോ. അപ്പം ഇത് അറിയാതൊരു വീഡിയോ പെട്ടുപോയി. പിന്നെ നേരം വെളുത്തു. നമ്മൾ ലൂസിക്കുട്ടിനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ലൂസി നല്ല കളിയാണ്. ലൂസിനെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി പോകാൻ പറ്റൂല, അത് കാരണത്താൽ ലൂസിനെ ഞാൻ കൊണ്ടുപോയി. പിന്നെ ഞാൻ ലൂസിനെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ആരെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൂസിനെ കൊടുക്കാനും തീരെ താല്പര്യമില്ല. അങ്ങനെ താത്താൻ്റെ വീട്ടിലെത്തിയിട്ട് ലൂസി നല്ല കളിയാണ്. അപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ, അവിടെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ ബസ്സിന് വരുന്നതുകൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി അതല്ല ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഓളുടെ അടുത്ത് തന്നെ ആയിരിക്കും കേട്ടോ ലൂസി. ഓൾ പറഞ്ഞ് ഇവിടെ നിർത്തിക്കോളാം, ഞാൻ നോക്കിക്കോളാം. ഓളുടെ അടുത്ത് 2 നാടൻ പൂച്ചകളുണ്ട്, അവർ ഞാൻ ഒഴിവാക്കിയിട്ട് ആർക്കെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ട് ഇത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. മക്കൾ വിളിക്കുന്നുണ്ട്. എനിക്ക് ചെറുത് വന്നെങ്ങാണ്ട് ഇതിനെ നല്ല ഇറക്കി പിടിക്കുന്ന പ്രശ്നത്താലാണ് ഞാൻ ഇതിനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചത്. അതിനെ കൊല്ലാക്കര ചെയ്യാണ് ഗൈസ്. അങ്ങനെ ലൂസിക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളും കൊടുത്ത്, ലൂസിക്ക് എന്തോന്നറിയില്ല, ഒരു ടെൻഷനുണ്ട്, നമ്മളവിടെ വിട്ട് വെച്ച് പോകുന്നുള്ള ടെൻഷനാണെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. ഞാൻ കൊടുത്തപ്പോൾ ഫുഡും കാര്യങ്ങളും തിന്ന്. പിന്നെ അവിടെ തന്നെ കിടന്ന് ലൂസി കിടന്നുറങ്ങാണ് ഗൈസ്. പാവം തോന്നും ലൂസിനെ കണ്ടാൽ, അവർക്ക് കണ്ടാൽ. ചെറിയ മക്കൾ എങ്ങനെയാണോ കിടന്നുറങ്ങണത് അതുപോലെയാണ് ലൂസി കിടന്നുറങ്ങണത് കേട്ടോ. അങ്ങനെ ലൂസിൻ്റെ കെടുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഓരോരുത്തർ ഫോണിലും ഓരോ പണിയിലാണ്. ഇവിടെ വന്നപ്പം നമ്മളെ അവസ്ഥ പറയണ്ടില്ലായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് കുട്ടികൾ കളിക്കണേ. അപ്പം പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നേരം വെളുത്ത് പോകാനും വേണ്ടിയിട്ട് മാറ്റിയതാ. ലൂസിനോടും വിട പറയുകയാണ്. ലൂസിനെ ഒറ്റ എടുത്തിട്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. ലൂസി ഇങ്ങനെ ഞാൻ പിടിച്ചുമ്പോൾ എൻ്റെ മേലെ കിടക്കുന്നുണ്ട്, മയങ്ങി കിടക്കുന്നുണ്ട്. ലൂസിക്ക് പിന്നെ ഞാനായാൽ മതി ഗൈസ്, ഞാനാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ലൂസിക്ക് നല്ല ഇഷ്ടമാണ്. ലൂസി കിടക്കണ കണ്ടില്ലേ, ലൂസി ഒരു വാവാച്ചി, നല്ല മോളാണ് ലൂസി കുട്ടി. ലൂസിനെ ഇട്ടുങ്ങാണ്ട് പോകാൻ തോന്നുന്നില്ല. ലൂസിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷന്. ലൂസി കരയുന്നുണ്ട്, ലൂസിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ലൂസിനെ കൊണ്ടുപോവും ചെയ്യും. ലൂസിനെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. ലൂസി അടിപൊളിയാണ് കേട്ടോ, ലൂസി അടിപൊളിയാണ്. നമ്മളെ വീഡിയോക്കൊക്കെ നോക്കുന്നുണ്ട് ലൂസി കുട്ടനല്ല, കുട്ടിയാണ് കേട്ടോ, പെണ്ണാണ്. 2 മാസമായിട്ടുള്ളൂ. പിന്നെ ലൂസിക്ക് നമ്മൾക്ക് വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞ് ഞാൻ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ ഗൈസ്, എല്ലാവരും പോകാനും വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും പോക്കാണിത്.
താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോണത്. ബസ്സിൽ കയറുന്നതും ഇറങ്ങണതും വീട്ടിലെത്തണമെന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യുക. അതുപോലെ മുകളിൽ നിന്നൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല മഴക്കാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നുകൊണ്ട് പോകാം. നല്ല മഴക്കാറ് കുത്തി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അസറിൻ്റെ ശേഷമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട്, ഇതിലേക്കൊന്ന് നോക്കിയെന്ന് പറയണ്ട. ആരും നോക്കണില്ല. ആക്കി മുഖം മറച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നല്ല മഴക്കാറുണ്ട്. മലയാണ് കാണുന്നത്. ഈ റോട്ടിൽ നിന്ന് അപ്പുറത്തുള്ള മല വരെ കാണും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ഡെയിലി കാണാം. ഓരോ വീഡിയോക്കും ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.